സുറുമക്കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടും. അസ്സലാമു അലൈക്കും. ഇഷ്ടഗാനങ്ങളും ഇശൽ മിലാദും ഒത്തുചേർന്ന പാട്ടിന്റെ പർദീസിലേക്ക് പട്ടുറുമാലിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. ചുങ്കത് ജ്വല്ലറി പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസിനെ. ആദ്യം പട്ടുറുമാലിന്റെ കാർണോർ ഫിറോസ് ബാബു, പ്രശസ്ത പിന്നണി ഗായകൻ നജീം അർഷാദ്. അടുത്തതായി നമ്മുടെ സ്വന്തം പിന്നണി ഗായിക ജ്വാൽസ്ന, നമ്മുടെ എല്ലാമായ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഈ എപ്പിസോഡിൽ പിരിശപ്പാട്ട് റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ സ്വന്തം അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടുന്നാ വരുന്നേ? ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന സ്ഥലത്താണ്. അപ്പോൾ നജ്മയുടെ കൂടുതൽ വിവരങ്ങൾ ഞാനായിട്ട് ചോദിക്കുന്നില്ല, നമുക്ക് നജ്മയുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. നജ്മ എം കെ. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറത്ത് മുസ്തഫ സുബൈദ ദമ്പതിമാരുടെ പുത്രി. വടക്കൻ കേരളത്തിൽ ഏറ്റവും പോപ്പുലറായ ഗായികമാരുടെ നിരയിലേക്ക് നജ്മ വളർന്നു കഴിഞ്ഞു. ഹായ്, എൻ്റെ പേര് നജ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ നിരവധി ഗാനമേളയിലും ഷോകളിൽ പങ്കെടുക്കാറുണ്ട്, കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, എല്ലാ കൊല്ലവും സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. പട്ടുറുമാല കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് ഉപ്പ, ഇത് ഉമ്മമ്മ, അത് ഉമ്മ, അതെൻ്റെ അനിയൻ, ഇതെൻ്റെ ഏട്ടൻ, ഇതെൻ്റെ മൂത്തമ്മ. എൻ്റെ മകൾ നജ്മക്ക് കൈരളി ചാനലിൽ പട്ടുറുമാല ഓഡീഷൻ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ എപ്പോഴും പട്ടുറുമാലയെ കാണാറുള്ളൂ. പട്ടുറുമാല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടുറുമാല എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ആഴ്ചകളും പോകുന്നു പട്ടുറുമാല. നിരവധി വേദികളിൽ പാടി മുൻപരിചയമുള്ള ഈ യുവഗായിക പട്ടുറുമാൽ വേദിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയായി. ഇവിടെ ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. ഇതൊക്കെ ഒരു ടീച്ചേഴ്സാണ്. ഇവിടെ നിന്നാണ് എല്ലാ പ്രോത്സാഹനം ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും ഇവരാണ് തന്നത്. നജ്മ നമ്മുടെ സ്കൂളിലെ കലാപ്രതിഭ എന്ന് പറയാൻ പറ്റുന്ന കുട്ടി. കാരണം 1ാം ക്ലാസ് മുതലേ മാപ്പിളപ്പാട്ട്, അതേപോലെ തന്നെ അറബിക്ക് പദ്യം ചൊല്ലൽ മികച്ച നിലവാരം പുലർത്തിയ കുട്ടി. 1 മുതൽ 7 വരെ ജില്ലാതലം വരെ മാത്രം മത്സരമുള്ളതുകൊണ്ട് ജില്ലാതലത്തിൽ നല്ല തിളക്കുണ്ടായി. അതുപോലെ 8, 9, 10 ക്ലാസ്സിലേക്ക് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലുള്ള മത്സരം ഉണ്ടായതുകൊണ്ട് സംസ്ഥാനത്തിൽ തന്നെ A ഗ്രേഡ് ലഭിച്ചു 3 വർഷവും. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലും A ഗ്രേഡ് മത്സരം, സ്റ്റേറ്റ് തലത്തിൽ A ഗ്രേഡ് മത്സരം നേടാൻ കഴിയും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല മെച്ചപ്പെട്ട അറിവ് നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലേക്ക് ഈ പട്ടുറുമാൽ ഫൈനൽ വിദ്യാർത്ഥിയായി, ഫൈനലിസ്റ്റായിട്ട് വരാൻ എല്ലാവിധ ഭാവങ്ങളും കോട്ടപ്പുറത്തിൻ്റെ തന്നെ നീലേശ്വരത്തിൻ്റെ തന്നെ അഭിമാനമായി നമുക്ക് തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ തൈനേരി അസീസിനെ പോലെയുള്ള ഗുരുതുല്യരായ പ്രതിഭകളോടുത്തുള്ള സംഗീത കൂട്ടായ്മകൾ നജ്മ എന്ന പാട്ടുകാരിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള പരിചയസമ്പത്തും പിൻബലവുമായി ഉത്തര കേരളത്തിലെ മാപ്പിളപ്പാട്ട് ഗായകരുടെയും പിന്നണി പ്രവർത്തകരുടെയും കൂട്ടായ്മയായ ഉമ്മാസ് എന്ന സംഘടനയുടെ പിന്തുണയും ഈ ഗായികയ്ക്ക് പട്ടുറുമാലിൽ പുതിയ മാനങ്ങൾ ഒരുക്കാൻ സഹായകമാകും എന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നജ്മ എം കെ. പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. നജ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ. സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സപ്പോർട്ടാണ്. അതേപോലെ ഫാമിലി എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തമിഴത്തെ പാടിയ ആദ്യ ഹദത്ത്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠി. ഓക്കെ. Bismillah
നജ്മ ചേച്ചി അടിപൊളിയായിട്ട് പാടിട്ടോ. താങ്ക് യു. റംലത്ത പാടിയ വളരെ മനോഹരമായ ഒരു പാട്ടാണ് നജ്മ ഇവിടെ പാടിയത്. റംലത്ത എൻ്റെ ആരെന്നറിയോ? അറിയോ? അറിയില്ല. നമ്മളെ കുടുംബക്കാരാ. നിങ്ങൾ റംലത്ത എന്ന് വിളിക്കും, ഞാൻ റംലത്ത ഉമ്മന്നാന്ന് വിളിക്കും. സമയമില്ല, ഇനി ഉണ്ടല്ലോ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്കറിയാം ആരാ എന്താന്നൊക്കെ. എന്തായാലും നല്ല സെലക്ഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പാടി. ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, അവരാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പാട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. ഫിറോസ് കാ, മാപ്പിളപ്പാട്ടിൻ്റെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം കേട്ടോ. ഒരു സ്റ്റേജ് സിംഗറുടെ ശൈലിയൊക്കെ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ ഒരു സ്റ്റേജ് സിംഗിങ് എന്ന നിലയിൽ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ പറയും 100% ഓക്കെ എന്ന് പറയും. പക്ഷേ ഒരു റിയാലിറ്റി ഷോ സിംഗിങ് എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ കുറഞ്ഞ പോരായ്മകളൊക്കെ ഉണ്ട്, അത് വിലയിരുത്തണം. കാരണം ഞങ്ങളിത് പുറത്തുനിന്നൊരു 15,000 വാട്ട്സ് സൗണ്ടിൽ കേൾക്കുകയല്ല, ഞങ്ങളിത് ഹെഡ്ഫോണിൽ വിലയിരുത്തുകയാണ്. മനസ്സിലായോ മോൾക്ക്? അപ്പോൾ ഓളമല്ല കിട്ടേണ്ടത്. ഓളം ഉണ്ടായിരുന്നു, ഞാൻ കുറവല്ല പറയുന്നത്, മോൾ നന്നാവാൻ പറയുന്നു. അപ്പോൾ സ്റ്റേജ് സിംഗിങ്ങിൻ്റെ ശൈലിയിലേക്ക് കുറേ ഭാഗങ്ങൾ കടന്നുപോയി മോളുടെ സിംഗിങ്ങിൽ. അതുകൊണ്ടുള്ള കുറഞ്ഞ പോരായ്മകൾ. അവസാനമൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. മോൾ പാടി നിർത്തിയില്ല ഒരു സ്വന്തം സംഗതി, അതൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു സിംഗിങ് ആയതുകൊണ്ട് ഞാൻ അത്ര കീറി മുറിക്കുന്നില്ല. എന്നാലും പല കുട്ടികളോടും പറഞ്ഞ പോലെ മോൾക്കും അതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി, ചില ഭാഗങ്ങൾ ഒന്നുകൂടി വൃത്തിയാവാനുണ്ട് കേട്ടോ. പാട്ടിൻ്റെ ഉള്ളിലെ സംഗതി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് കാ. അടുത്തതായി ജോൾസിന ചേച്ചി. നജ്മ ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നജ്മയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. എനിക്കിങ്ങനത്തെ നല്ല തുറന്ന സ്ട്രോങ് ഫീമെയിൽ വോയിസസ് എനിക്കിഷ്ടമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ നജ്മയ്ക്ക് നല്ലൊരു ശബ്ദം, നല്ലൊരു ഘനമുള്ള ശബ്ദം ഈശ്വരൻ തന്നിട്ടുണ്ട്. ഈ പാട്ട് റംലത്ത പാടിയതാണ്. പിന്നെ ഈ പാട്ട് എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ് പാടാനായിട്ട്. കുറേ ചെറിയ സംഗതികളുണ്ട്. അപ്പോൾ ശരിക്കും ഫിറോസ് മാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളൊരു സ്റ്റേജിൻ്റെ ഓളത്തിൽ നിന്ന് പാടുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിലങ്ങോട്ട് മുങ്ങിപ്പോവും. പക്ഷേ ഇങ്ങനെ നമുക്ക് ഭയങ്കര വ്യക്തതയോടെയാണ് ഓരോ സാധനം നമ്മൾ കേൾക്കുന്ന മോള് പാടുന്നതേ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു സംഗതികൾ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം മോള് പാട്ട് പഠിച്ച് പാടുമ്പോൾ കാര്യമായിട്ട് ഒരു 100-150 പ്രാവശ്യം കേട്ടാലും തെറ്റില്ല. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓരോ പ്രാവശ്യം കേൾക്കുന്തോറും കൂടുതൽ നമ്മളത് പഠിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ബട്ട് അതർവൈസ് മോൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്,
നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ല ശബ്ദമുണ്ട്. അപ്പം അതൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അടുത്തതായി നജീം ഖാൻ. വളരെ കോംപ്ലിക്കേഷൻ ഉള്ളൊരു സോങ്ങാണിത്. റംലാത്താൻ്റെ പാട്ടാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള. ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് സാധകം ചെയ്യാൻ പറ്റിയൊരു പാട്ടും കൂടിയാണ്. ആക്ച്വലി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് വേണ്ട. പിന്നെ വോയിസ് നല്ലൊരു വോയിസാണ്, നല്ല കട്ടിയുള്ള വോയിസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കട്ടി കുറച്ച് കൂടുതൽ കൊടുത്തോന്നൊരു ഡൗട്ടുണ്ട്, കുറച്ച് ഇമിറ്റേറ്റ് ചെയ്തെന്നൊരു ഡൗട്ടുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ ഇത് അങ്ങനെ സൗണ്ടൊക്കെ മാറ്റിയതോ എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. അത് റംലാത്താനെ അത് അങ്ങനെ ഇമിറ്റേഷൻ എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സ്വന്തം വോയിസിൽ തന്നെ അതിനെ കൂടുതൽ മാക്സിമം ഒരു മനോഹരമാക്കാൻ. കാരണം ആദ്യം അത് ഒരു വേറൊരു വോയിസ് വരുമെങ്കിലും അവസാനം ഒറിജിനൽ വോയിസ് വരും. അവിടെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഒറിജിനൽ വോയിസിൽ മാക്സിമം ഓപ്പൺ ആക്കി ഇങ്ങനത്തെ പാട്ടുകൾ പാടാൻ നോക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സ് എല്ലാം കേട്ടു. അപ്പൊ നമുക്കതിന്റെ മാർക്സ് എന്താണെന്ന് ചോദിക്കണ്ടേ? ആദ്യം തന്നെ ഫിറോസ് കാ 40-ൽ എത്ര കൊടുക്കും? 38. നജീം കാ? നജ്മയ്ക്ക് 27.5. അടുത്ത ജോൽസിന് ചേച്ചി 27.5. താങ്ക് യു ചേച്ചി. ഇപ്പൊ ടോട്ടൽ മാർക്ക് അറിയണ്ടേ? അപ്പോ 100-ൽ 93 നജ്മയ്ക്ക് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം ഈ എല്ലാ മിസ്റ്റേക്കും മാറ്റി അടിപൊളിയായിട്ട് പാടണം കേട്ടോ. ഇശൽ മിലാദ് റൗണ്ടിൽ അടുത്തതായി പാടാനിരുന്നത് നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസമ്മിൽ. മുസമ്മിൽ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടുന്നാ? കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ കാസർഗോഡ് ഈ അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട് കാസർഗോഡ് നിന്ന് മത്സരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് മുസമ്മിലിന്റെ പ്രൊഫൈൽ എന്താ നോക്കണ്ടേ? അപ്പൊ എന്തായാലും നമുക്ക് മുസമ്മിലിന്റെ പ്രൊഫൈൽ കാണാം. മുഹമ്മദ് മുസമ്മിൽ സമാനിൻ കൂരിരുൾ കാട്ടിൽ മാപ്പിളപ്പാട്ടിന്റെ വളക്കൂറുള്ള മണ്ണായ കാസർഗോഡിൽ നിന്നും പട്രുമാലിന്റെ ഇശൽ രാത്രികളെ സംഗീത സാന്ദ്രമാക്കാൻ എത്തിയ പാട്ടുകാരൻ. പാടുന്ന പാട്ടിനോടുള്ള ആത്മാർത്ഥതയും ആലാപന രീതിയിലെ ശബ്ദ നിയന്ത്രണവും മുഹമ്മദ് മുസമ്മിലിന്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക കേൾവി സുഖം നൽകുന്നുണ്ട്. നീയുണരൂ. പട്രുമാലിലെ സീസൺ 10 സെലക്ഷൻ കിട്ടില്ല, അതിയായ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു നീ പട്രുമാലിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക്, പട്രുമാൽ കുടുംബത്തിലേക്ക് എത്താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പറയാനുള്ള വെച്ചാൽ ഏറ്റവും ആഗ്രഹിച്ച എൻ്റെ പ്രിയ ഉപ്പയായിരുന്നു. ഉപ്പ ഇപ്പം ഇല്ല, ഏകദേശം മരിച്ച് 1 വർഷത്തോളം ആവാറായി. ഉപ്പ എപ്പോഴും പറയുമായിരുന്നു, പട്രുമാലിൽ എങ്ങനെയെങ്കിലും നീ കഴിയുന്നതും നോക്കണം, ശ്രമിക്കണം. അപ്പോൾ കുറേ പാട്ടുകൾ സെലക്ട് ചെയ്തരും പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സീസൺ 10 സെലക്ഷൻ കിട്ടിയിട്ടാകുമ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നു എൻ്റെ ഉപ്പാനെ. അപ്പോൾ ഇത് കാണാനില്ലല്ലോ എന്നുള്ള നല്ലോണം വിഷമമുണ്ട് മനസ്സിൽ. കാസർഗോഡ് ജില്ലയിലെ ഈച്ചിലിങ്കൽ ബദിര ഹൗസിലെ മഹമ്മൂദ് സുബൈദ ദമ്പതികളുടെ 2ാമത്തെ മകനായി ജനിച്ച മുസമ്മിൽ നിരവധി സ്റ്റേജ് ഷോകളിലും ആൽബങ്ങളിലും പാടിയ അനുഭവ സമ്പത്തും മാപ്പിളപ്പാട്ടിലെ അഗ്രഗണ്യരായ ഗുരുക്കന്മാരുടെയും ഗായകരുടെയും ഒപ്പമുള്ള സംസർഗവും മുഹമ്മദ് മുസമ്മിലിലെ ഗായകനെ ബഹുദൂരം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രിയ ഉമ്മ സുബൈദ. ഏറ്റവും കൂടുതൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും എല്ലാ പ്രോഗ്രാംസിന് പോയി വരുമ്പോഴും രാത്രി എന്നും കാത്തിരിക്കാനും പ്രിയ ഉമ്മേൻ്റെ എന്നും സോങ് സെലക്ട് ചെയ്യാനും എല്ലാം ഉമ്മ എപ്പോഴും പറയായിരുന്നു. പട്രുമാലിൽ നീ ട്രൈ ചെയ്യണം, നോക്കണം. എപ്പോഴും മുടങ്ങാതെ കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്, ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ഈച്ചിലങ്കാലി എന്ന സ്ഥലം. മധുവർണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ. ഇതാണ് എൻ്റെ ക്ലബ്ബ് ഈസ്റ്റ് ഈച്ചിലങ്കാൽ. ഇതുവരെ എൻ്റെ എല്ലായിലും എന്നെ പ്രോഗ്രാംസിലും അതിന് പുറമേയുള്ള എല്ലാ ഇതിലും
എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ ക്ലബ്ബാണ് ഇത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വാസമുണ്ട് എനിക്ക് തീർച്ചയായും. ആലാപന രീതിയിലെ ലാളിത്യവും നിഷ്കളങ്കമായ പെരുമാറ്റവും ഈ യുവഗായകന്റെ മുഖമുദ്രയാണ്. പട്രുമാലിന്റെ ഈ പുത്തൻ വേദിയിൽ പാട്ടും പാടി കൂട്ടുകൂടാൻ നമുക്ക് മുഹമ്മദ് മുസമ്മിലിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം മുഹമ്മദ് മുസമ്മിൽ. പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ മുസമ്മിലിന്റെ കണ്ണെല്ലാം ഇങ്ങനെ നിറഞ്ഞു. ഉപ്പാന്റെ കാര്യം പറഞ്ഞു. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ നീട്ടും കൈകൾ എന്നുള്ള സോങ്ങാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നു നീയാണല്ലാ. കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ജനിച്ചത് നോവാൽ വളർന്നതും തേങ്ങലായി, ഈ കാലമത്രയും കണ്ണീരു മാത്രമായി. ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ല, ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ല. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നു നീയാണല്ലാ. കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ഇരുളിന്റെ പാളിക തീർത്ത കഥ പറയുന്നൊരു കൽബിന്റെ തേങ്ങലുകൾ പറയാതറിയും ഏകയിലാകാം നാദാനി. കാലത്തിൻ കൈകൾക്കുള്ളിൽ പാപത്തിൻ്റെ ഒരു മാറാപ്പാൽ, ഇബ്ലീസിൻ കൈകൾ മാറ്റി കാക്കണേയാ മന്നാനെ. യാ റബ്ബേ നിന്റെ മുന്നിൽ യാചകനായി നിന്നുകൊണ്ട് പാപത്തിൻ മോചനത്തിനായി ഞാൻ തേടുന്നല്ലാ. യാ റബ്ബേ നിന്റെ മുന്നിൽ യാചകനായി നിന്നുകൊണ്ട് പാപത്തിൻ മോചനത്തിനായി ഞാൻ തേടുന്നല്ലാ. ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ലാ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ, നേരറിയുന്നു നീയാണല്ലാ. കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ആശകളാൽ നിറഞ്ഞ കൽവിൽ രാവും പകലും വയ്യാതെ ഞങ്ങളേറ്റി പറഞ്ഞ് തേടുകയാണ് മന്നാൻ. കഥനത്തിൻ കണ്ണീർ തീരം പെയ്തൊഴിയാത്തൊരു ദിനം
മാറ്റമില്ല. ഖൈറേത് ഷർറേതെന്ന് കാട്ടണേ യാ സുബ്ഹാനേ. ദീനിന്റെ പൊൻവെളിച്ചം എൻ്റെ ഉള്ളിൽ തീർത്തുകൊണ്ട് ഈമാനിൻ പൂനിലാവ് എന്നിലും നീ കാട്ടല്ലാ. ദീനിന്റെ പൊൻവെളിച്ചം എൻ്റെ ഉള്ളിൽ തീർത്തുകൊണ്ട് ഈമാനിൻ പൂനിലാവ് എന്നിലും നീ കാട്ടല്ലാ. ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ലാ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ. നേരറിയുന്നു നീയാണല്ലാ. കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. ജനിച്ചത് നോവാൽ വളർന്നതും തേങ്ങലായി ഈ കാലമത്രയും കണ്ണീരു മാത്രമാ. ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ലാ. ഇലാകെ സദാ നിന്റെ നന്മ തൂകല്ലാ. നീട്ടും കൈകൾ തട്ടല്ലേ അല്ലാ. നേരറിയുന്നു നീയാണല്ലാ. കാണാ കണ്ണിൽ അത്ഭുതമാണേലും ഈ പാരാകെ മായമാണല്ലാ. മാഷാഅല്ലാ, നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ജഡ്ജസും എല്ലാവരും വളരെ ഹാപ്പിയോടും ആകാംക്ഷയോടും തന്നെ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവരുടെ കമന്റ്സ് കേൾക്കാം. നജീം കാ, നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. ആസിഫ് കാപ്പാട് നല്ലൊരു സിംഗറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു. പിന്നെ നല്ല വോയിസ് ആണ് കേട്ടോ. ഭയങ്കര ത്രോ, മൈക്കൊന്നും വേണ്ടെന്ന് തോന്നി. അത്രയ്ക്കും ത്രോ ഉണ്ട്. വളരെ ടാലൻറ്റഡ് ആണ്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓവറോൾ നല്ല ഫീലോട് ഗുഡ് സിംഗർ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീം കാ. ഫിറോസ് കാ, ഇതുവരെ കേട്ട ഞങ്ങളുടെ പുതിയ 18 കുട്ടികളിൽ എല്ലാവരും പാടിയിട്ടില്ല, പാടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതുവരെ കേട്ട കുട്ടികളിൽ വ്യത്യസ്തനായ ഒരു സിംഗർ മനസ്സിൽ തട്ടി പറഞ്ഞതാ. നന്നായിട്ട് പാടി. താങ്ക് യു. മുസമ്മിലിൻ്റെ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു അർത്ഥതലമുണ്ട്. ഒരു വ്യത്യസ്ത സിംഗിങ് ആയിരുന്നു കേട്ടോ. ഇത് റാസിഖ്, നമ്മുടെ കൊച്ചിൻ ഷമീർ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹം കൊച്ചു ഷമീറാണ്. നമ്മുടെ ആസിഫ് പാടിയ പാട്ട്. ആസിഫ് നല്ല ഫീലോട് കൂടി പാടിയിട്ടുണ്ടായിരിക്കും. ആ ഫീൽ ഉൾക്കൊണ്ടായിരിക്കും അല്ലേ ആസിഫിനെ ഞാൻ എക്സെൻട്രിക് സിംഗർ എന്നാണ് വിളിക്കല്. ഭ്രാന്തനായ പാട്ടുകാരൻ. അങ്ങനെയാണ് ആസിഫിൻ്റെ സിംഗിങ് കേട്ടോ അല്ലേ? അങ്ങനെ ഒരു സിംഗിങ് അല്ലേ? ആസിഫ് അങ്ങനെ പാടുക. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്ത് കാണും. എന്നാലും അതിൻ്റെ ഒരു ഭാഗം കിട്ടിയതുകൊണ്ട് മോനെ നന്നായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് കാ. ജോൾസിനെ ചേച്ചി, അസലായിട്ട് പാടി, ഭയങ്കര രസമായിട്ട് പാടി. ഞാന് ശബ്ദം സൂക്ഷിക്കാൻ എൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. ശബ്ദം നല്ലോണം കാത്തു സൂക്ഷിക്കുക കേട്ടോ. വലിയൊരു വരദാനമാണ് ദൈവത്തിൻ്റെ. മാക്സിമം കാത്തു സൂക്ഷിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. നമുക്ക് മാർക്ക് കൊടുക്കാം. ചോദിക്കാം. ആദ്യം നമുക്ക് നജീം കാ. 28.5. ഫിറോസ് കാ. 38.5. നമുക്ക് ജോൾസിനെ ചേച്ചിയോട് ചോദിക്കാം. പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 29/30. നമുക്ക് ടോട്ടൽ മാർക്ക് അറിയണ്ടേ? ടോട്ടൽ 100-ൽ 96 മുസമ്മിലിന് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത റൗണ്ടിൽ ഇതിലും മനോഹരമായിട്ട് 100-ൽ 100 തന്നെ പാടി വാങ്ങണം. പട്ടുമാളുടെ വേദിയിൽ പിരിശപ്പാട്ട് റൗണ്ടിൽ ഇനി പാടാൻ എത്തുന്നത് ആതിര വിജയൻ. ലെറ്റ്സ് വെൽക്കം ആതിര. ആതിര. ഹായ് ചേച്ചി. ഹായ്, എവിടുന്നാ? ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആതിരയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. കരുണക്കടലായ
ഹയ്യുൽ കയ്യൂമേനി കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ കരുണക്കട. ആതിര വിജയൻ വയനാട് ജില്ലയിൽ വരദൂരിനടുത്ത ചൂതാടിയിൽ നിന്നും വരുന്നു ആതിര വിജയൻ. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സംഗീത മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് സംഗീത രംഗത്ത് ഏറെ ശ്രദ്ധേയയായി. നാർക്കോട്ടിക് വിഭാഗം സബ് ഇൻസ്പെക്ടറായ വിജയൻ PC-യുടെയും ശൈലജയുടെയും മകളായ ആതിര ഇപ്പോൾ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ IBS സോഫ്റ്റ്വെയർ സർവീസസിൽ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ, അച്ഛമ്മ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്. അച്ഛൻ്റെ പേര് വിജയൻ. അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അമ്മ ശൈലജ, അമ്മ ഹൗസ് വൈഫാണ്. ചേച്ചി അർച്ചന, ചേച്ചിയുടെ ഹസ്ബൻഡ് ഹേമന്ത്. രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഈ ജോലി തിരക്കിനിടയിലും ശുദ്ധ സംഗീതത്തിന്റെ കൈവഴി ആതിര കൈവിട്ടില്ല. കൽപ്പറ്റയിൽ കേരള സംഗീത കലാക്ഷേത്രത്തിലെ റോസ് ഹാൻസ് ടീച്ചറിൽ നിന്ന് കിട്ടിയ കർണാടക സംഗീത പാഠം കാക്കനാട് സ്വരഗംഗയിലെ മധുസാറിന്റെ ശിക്ഷണത്തിൽ ഇപ്പോഴും നിർവിഘ്നം തുടരുന്നു. ആശ കൊണ്ടു കൂടുകൂട്ടിനാം ഇഷ്ടം കൂടിയെന്നും ഏറ്റെടുക്കുന്ന ജോലിയിലെ ആത്മാർത്ഥത ഈ പാട്ടുകാരിയുടെ മുഖമുദ്രയാണ്. പാട്ടിനോടുള്ള ഈ ആത്മാർത്ഥത പ്രേക്ഷകരിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. ആ പ്രതീക്ഷകളോടെ ആതിര വിജയൻ എന്ന ഈ പാട്ടുകാരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. പട്ടുറുമാലിൽ പുതിയ സംഗീത വസന്തം തീർക്കാൻ സ്വാഗതം ചെയ്യുന്നു ആതിര വിജയൻ. എന്തായാലും അടുത്ത മനോഹരമായ ആതിരയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടണേ. ഖൽബിൽ ഹാജത്ത് പൂണ്ട് ഖദീജ
മാഷോട് സ്നേഹത്തിൻ ലഹരിയിലും കഥ പറയുന്നു വെള്ളാട്ടിയോടവര്. മക്കത്തെ റാണി ഖദീജ, മാനിദർ പൂവി ഖദീജ, ഹക്കൊത്ത നൂറാം റസൂലിൽ ഹാജത്ത് പൂണ്ട് ഖദീജ. വിവരങ്ങൾ കേട്ടുടനെ ഖുറേശി വീട്ടില് വിശേഷ ചെമ്മലപ്പൂം തെന്നൽ വീശി മട്ടില്. വിവരങ്ങൾ കേട്ടുടനെ ഖുറേശി വീട്ടില് വിശേഷ ചെമ്മലപ്പൂം തെന്നൽ വീശി മട്ടില്. കുടുംബങ്ങൾ ഒരുമിച്ച് സുറൂറിനാലേ ഖുവൈലിദിൻ പ്രിയപുത്രി റാഹത്താലേ. കുടുംബങ്ങൾ ഒരുമിച്ച് സുറൂറിനാലേ ഖുവൈലിദിൻ പ്രിയപുത്രി റാഹത്താലേ. കനിവുറ്റ പെരിയോന്റെ റഹ്മത്താലേ ബീവി ഹാത്തിം നബിക്കിണയായി കാനുത്തിനാലേ. ഹാത്തിം നബിക്കിണയായി കാനുത്തിനാലേ. മക്കത്തെ റാണി ഖദീജ, മാനിദർ പൂവി ഖദീജ, ഹക്കൊത്ത നൂറാം റസൂലിൽ ഖൽബിൽ ഹാജത്ത് പൂണ്ട് ഖദീജ. മക്കത്തെ റാണി ഖദീജ, മാനിദർ പൂവി ഖദീജ, ഹക്കൊത്ത നൂറാം റസൂലിൻ ഖൽബിൽ ഹാജത്ത് പൂണ്ട് ഖദീജ. ശൗഖത്ത് ബീവി പൊന്നും കിനാവിൽ ശരഫുറ്റ നാരി മിന്നും നിനവിൽ കള്ളവിളി സ്വന്തമാക്കാൻ ആശമോശ പതച്ച്. മക്കത്തെ റാണി ഖദീജ, മാനിദർ പൂവി ഖദീജ, ഹക്കൊത്ത നൂറാം റസൂലിൻ ഖൽബിൽ ഹാജത്ത് പൂണ്ട് ഖദീജ. മക്കത്തെ റാണി ഖദീജ, മാനിദർ പൂവി ഖദീജ, ഹക്കൊത്ത നൂറാം റസൂലിൻ ഖൽബിൽ ഹാജത്ത് പൂണ്ട് ഖദീജ. അതിന് അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ട് പാടി, എനിക്ക് ഇഷ്ടമായി, നന്നായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ജഡ്ജസിനൊക്കെ ചോദിക്കണ്ടേ, അവരുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കണ്ടേ? ശരി, ഫിറോസ് കാ. നന്നായി പാടി കേട്ടോ, ഗംഭീരമായിട്ട് പാടി കേട്ടോ. നല്ല പുതുമയുള്ള ഒരു പാട്ട്, എളുപ്പമൊന്നുമല്ല മോളെ ആ സംഗതികൾ പാടാൻ കേട്ടോ. അത് ഗംഭീരമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും പാടി, നന്നായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് കാ. നജീം കാ. ഫാന്റാസ്റ്റിക്. താങ്ക് യു. ഇതുപോലെ വേണോ? അതുകൊണ്ട് ബൂം ബ്ലാസ്റ്റിക് ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്, എല്ലാം കേട്ടോ. ഉഗ്രനായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് പാടി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജോൾസ്ന ചേച്ചി, ആദിനയുടെ പാട്ട് കേട്ടിട്ട് എന്താ പറയാനുള്ളത്? അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. നല്ല രസം വന്ന് നല്ല കൂളായിട്ട് ഇങ്ങോട്ട് പാടി. എനിക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് ആതിര നിന്ന് പാടിയത്. എന്ത് വന്നാലും ശരി, ഞാൻ അടിച്ചു പൊളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ആതിരയ്ക്ക്. ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടിയപ്പം ഫേവറേറ്റ് സോങ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സോങ് തന്നെ എടുത്തത്. അതെനിക്ക് ചേച്ചി സെലക്ട് ചെയ്ത് തന്നപ്പം അതെനിക്ക് നല്ലോണം പാടണമെന്ന് ഉണ്ടായിരുന്നു. എനിക്ക് പരിധി വരെ ഞാൻ പാടി. നല്ല സിംഗിങ് ആയിരുന്നു ആതിര, വെരി നൈസ്, എൻജോയ് ചെയ്തു നല്ലോണം. ഓൾ ദി ബെസ്റ്റ്. ഇനി മാർക്ക് അറിയണ്ടേ? ആദ്യം തന്നെ നമുക്ക് ജോൾസിനെ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി,
ആതിരയ്ക്ക് എത്ര മാർക്കാണ്? 30-ൽ 29 on 30. താങ്ക് യു ചേച്ചി. അടുത്തത് ഫിറോസ് ഖാ, 40-ൽ എത്ര മാർക്കാണ്? 39. താങ്ക് യു സർ. താങ്ക് യു ഫിറോസ് ഖാ. നജീം ഖാ 29. താങ്ക് യു. 29 ഔട്ട് ഓഫ് 30. നല്ല മാർക്കാട്ടോ. അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയെന്ന് അറിയണ്ടേ? ആതിരയ്ക്ക് കിട്ടിയത് ടോട്ടൽ മാർക്ക് 97. 100-ൽ 97 കിട്ടിയത്. എന്തായാലും നല്ല മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല നല്ല കമൻസ് കേട്ടു ഇല്ലേ? നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു, ഒത്തിരി കമൻസ് പറഞ്ഞു, നല്ല മാർക്കും കിട്ടി. ഇന്നത്തെ ഇശൽ മുഞ്ച് അറിയാനുള്ള നേരമായി. വളരെ സൂപ്പർ സിംഗേഴ്സാണ്, നല്ല സോങ്സാണ് മൂന്നുപേരും സെലക്ട് ചെയ്തത്. പക്ഷെ ഇന്നത്തെ മൊഞ്ചുള്ള പാട്ട് ഞാൻ കൊടുക്കുന്നത് വളരെ ടഫായിട്ടുള്ള പാട്ട്, വളരെ അനായാസമായി പാടിയ ആതിരയ്ക്ക്. ആതിര, കൺഗ്രാറ്റുലേഷൻസ്. സമ്മാനം വേണ്ടേ? സുഖനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ആതിരക്കുട്ടിക്ക്. നജീം ഖാ പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും മസ്സലാമ.